ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളം എക്സ്പ്ലെയിൻ. നമ്മൾ കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ് ഫ്രണ്ട് സീസൺ 2 26ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിനെയും മംഗളിനെ ആയിരുന്നു കണ്ടിരുന്നത്. അവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കുഞ്ഞു മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ അതിനുശേഷം എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും കൂടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ ആരോ ഡോർ ബെൽ അടിക്കുന്നുണ്ട്. അസിസ്റ്റന്റിനെ നോക്കിയിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പോയി ആരോ നോക്ക് ബെല്ലടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ബിസി ആണെന്നുള്ളത് നീ കണ്ടില്ലേ, നീ തന്നെ പോയി നോക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ തന്നെ പോയി നോക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീ വന്നിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ അടുത്ത് ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് നിന്റെ അടുത്ത് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് തന്നെ ഈ സ്ത്രീ കൊടുത്തിട്ട് ഇവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇവനകത്ത് ഡോർബെല്ല് വീണ്ടും അടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് നോക്കാൻ വയ്യ, നീ തന്നെ പോയി നോക്കെന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് പോയി തുറന്നു നോക്കുമ്പോൾ ആ ലേഡി തന്നെ ആയിരിക്കും പിന്നെ അവിടെ വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്തുവാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവനെ തട്ടി മാറ്റിയിട്ട് ആ ലേഡി അകത്തോട്ട് വരുന്നുണ്ട്. അകത്ത് വന്നിട്ട് ആരാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഹീറോയിൻ ആയിരിക്കും അത്. ഇവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സത്യമായിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ, ഇവരാണെന്നുണ്ടെങ്കിലും ഇല്ലാന്ന് പറയുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇവർ പറയുമ്പോഴാണ് ഇവർക്കും മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ഹീറോയിൻ ആണെന്നുള്ളത്. നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ ഓ നിന്നെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, പിന്നെ നീ പൈസ വന്നേന്ന് ചോദിക്കുമ്പോൾ നീ എന്തായാലും പിച്ചെടുക്കാൻ വന്നതല്ലേ, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൈസ വന്നേന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും ദേഷ്യം വരുന്നുണ്ട്. അല്ല നീ ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഏത് വയസ്സാ അവരുടെ കൈ നോക്കിക്കഴിഞ്ഞാലും നല്ല ചുളിഞ്ഞു മുണിഞ്ഞിട്ടാണ് ഇരിക്കുക, നിന്റെ കൈ നോക്കുക എന്ത് സ്മൂത്ത് ആയിട്ടാണുള്ളതെന്ന് പറയുമ്പോൾ ഹീറോയിനും അല്ല വയസ്സായിട്ടുള്ളവരും നല്ല രീതിയിൽ സ്കിൻ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആരാണ് ഹൈഹീൽസ് ഇടാറ്, നീ നോക്ക് നീ ഹൈഹീൽസ് ഇട്ടേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓ അവര് ഹൈ ഹീൽസ് ഇടില്ല അല്ലേ, ഞാൻ തെറ്റ് ചെയ്തു, ഓക്കെ ഞാൻ മാറ്റിയിട്ട് ഹൈ ഹീൽസ് അല്ലാത്ത ചെരുപ്പിട്ടിട്ട് വരാം, നമുക്ക് രണ്ടുപേർക്കും ഈ വേഷത്തിൽ തന്നെ ഡേറ്റ് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഡേറ്റിന് പോകുന്നുണ്ട്. ഇവിടെ ഈ ഏജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പോകുന്ന കണ്ടിട്ട് രണ്ട് പെൺപിള്ളേര് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇവന് വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ, ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളൊക്കെ കല്യാണം കഴിച്ചേക്കുന്നപ്പോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഇവർ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും എന്താ പറഞ്ഞതെന്നുള്ളത് നമ്മുടെ ഹീറോയിന് കേട്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ എന്നാലും ഇവരെ കുറിച്ചാണ് പറഞ്ഞെന്നുള്ളത് മനസ്സിലായിട്ട് അല്ല അവർ രണ്ടുപേരും നമ്മളെ കുറിച്ചിട്ട് എന്താ പറഞ്ഞേ, നിനക്കാണെന്നുണ്ടെങ്കിൽ നേരെ കേൾക്കാമല്ലോ എന്താണെന്ന് പറയാന്ന് പറയുമ്പോ നമ്മുടെ ഹീറോയും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് നല്ല ഫാഷൻ ആയിട്ട് തന്നെ നല്ല ലുക്കിലാണല്ലോ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും അതെ ഞാൻ എപ്പോഴും ലുക്കിലാണ് നല്ല ഫാഷൻ ആണെന്ന് പറയുന്നുണ്ട്. എന്നാ വേറെന്താ പറഞ്ഞേ, ഇതേപോലത്തെ ഡ്രസ്സ് അവൾക്ക് കൊടുക്കണമെന്നും കൂടെ പറഞ്ഞായിരുന്നു. ഇവളും ഇതെല്ലാം കേട്ടിട്ട് നല്ലോണം സന്തോഷിക്കുന്നുണ്ട്. ഇവര് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ കുറിച്ച് തന്നെ വേറെയും കുറെ പേര് തെറ്റായിട്ട് പറയുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ ഇവിടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് എത്തിയപ്പോൾ നമ്മുടെ ഹീറോയിൻ ഓടിപ്പോയി അതിനകത്ത് കയറിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയും അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പെണ്ണ് അവിടെ വന്നിട്ട് സാർ ആർക്കാണ് ഡ്രസ്സ് എടുക്കേണ്ടത്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കുന്നുണ്ടായിരിക്കും. ഇവളും സോറി സാർ നിങ്ങൾ അമ്മയുടെ കൂടെയാണോ വന്നേ, അമ്മയ്ക്ക് എടുക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ഒന്നും മിണ്ടാതെ ചിരിക്കുന്നുണ്ടായിരിക്കും. ഇവളും പെട്ടെന്ന് ഓടി വന്നിട്ട് എന്ത് നിനക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്മയായിട്ട് തോന്നുന്നുണ്ടോ, അല്ലല്ല നിങ്ങളെ കാണാൻ നല്ല വയസ്സായിട്ടുള്ള പോലെയുണ്ട് പക്ഷെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നും ഇല്ലാത്ത പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവള്. എടാ എന്നെ ഇവിടുന്ന് പുറത്തോട്ട് എവിടേക്കെങ്കിലും കൂട്ടിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ തൊടി തൂങ്ങിയിട്ട് ഇവള് അവിടുന്ന് പോകുന്നുണ്ട്. ഇവരവിടുന്ന് പോയിട്ട് ഒരു ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട് എങ്ങനെ അവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അമ്മയും അങ്ങനെ പോലെ ഉണ്ടോ. ആ ഹോട്ടലിൽ വന്ന ബാക്കിയുള്ളവരും ഇവരെ കുറിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഹീറോ ഇവളെടുത്ത് നല്ല കാര്യങ്ങൾ തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഹീറോയിന് സന്തോഷമാവുന്നുണ്ട്, കാരണം ആരൊക്കെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലുക്കിലാണെന്നുണ്ടെങ്കിലും അവൻ എന്റെ കൂടെ വരുന്നുണ്ട്, എന്റെ കൂടെ ഡേറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മുടെ ഫീച്ചറും ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവര് സന്തോഷപ്പെടുന്നുണ്ട്. ഇവരും ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സോറി ഞാൻ കാരണമാണ് ഇതെല്ലാം എന്ന് പറയുമ്പോ അല്ല നീ എന്താ പഠനം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവള് കിളവി കെട്ടപ്പെട്ടിട്ട് നിന്റെ കൂടെ ഒന്ന് ഡേറ്റിന് വന്നില്ലേ, അതിനിപ്പോ എന്താ, പക്ഷെ അവൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനിപ്പോ എന്താ, അത് നല്ല കാര്യം തന്നെയല്ലേ, അതെ നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതിലൊരു ബാഡ് ഉണ്ടെന്ന് പറയുമ്പോ അതെന്താ, അവൾ ഇനി മുതൽ നിന്റെ കൂടെ ഡേറ്റിന് വരുന്ന പുള്ളി ഈ ഗെറ്റപ്പിലാണ് അത്രേ, നിങ്ങൾ തമ്മിൽ ഓക്കെ ആണെന്ന് തോന്നുന്നവരെയും അവൾ ഈ ഗെറ്റപ്പിൽ വരും തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞേ, നീ നല്ലൊരു സൊല്യൂഷൻ കണ്ടുവച്ചു, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇതൊക്കെ സഹിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അവൾ എപ്പോഴും നിന്നെ ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ തന്നെ അന്തം വിട്ടിരിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിൻ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന് വീണ്ടും അതേ കെട്ടിപ്പിട്ടിട്ട് നമുക്ക് ഡേറ്റ് പോവാന്ന് പറഞ്ഞിട്ട് വന്ന് ഡോറ് മുട്ടുന്നുണ്ട്. ഇവൻ ഡോറ് തുറന്നതും നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ടായിരിക്കും. അതെന്താണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്.
കാണുന്നില്ല. അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും അവിടുന്ന് ഡേറ്റിന് പോകുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയും സെയിം ഗെറ്റപ്പിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവർ രണ്ടുപേരും ഈ കിടന്ന ലുക്കിലാണ് വന്നിട്ടുണ്ടാവുക. നമ്മുടെ അസിസ്റ്റന്റ് ആണ് ഇതെല്ലാം കണ്ടിട്ട് കലിപ്പ് വരുന്നത്. എന്തൊക്കെ കാണണം, ഇവർ രണ്ടുപേരും കാണിക്കുന്നതെല്ലാം ഞാൻ വേണ്ട സഹിക്കാനെന്ന് പറഞ്ഞിട്ട് ഇവൻ വണ്ടി ഓടിച്ചു പോകുന്നുണ്ടായിരിക്കും. സീൻ കെട്ടി കഴിഞ്ഞാല് നേരെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇവൻ പറയുന്നുണ്ട്, ബാങ്ക് ഉണ്ടായിരുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോൾ ആ മരിച്ച പെണ്ണിന്റെ കുറെ തിങ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. മേ ബി ഇവനായിരിക്കും അവളെ കൊന്നിട്ടുണ്ടായിരിക്കുക. കാരണം അവള് ലാസ്റ്റ് കണ്ടത് ഇവനെയാണ്. പോരാത്തതിന് അവളുടെ കുറെ തിങ്സും ഇവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോലീസുകാരെല്ലാം ബാങ്കിനെ തന്നെ ആയിരിക്കും സംശയിക്കുന്നുണ്ടായിരിക്കുക. ഇവൻ കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട് ന്യൂസിലെല്ലാം ഇവന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരിക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ ബാങ്ക് ആണെന്നുണ്ടെങ്കിലും ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും ഷോപ്പിലോട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക. പെട്ടെന്ന് തന്നെ ഇവന്റെ എക്സിന്റെ പേര് വിളിച്ചിട്ട് ആരോ അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവൻ തിരിച്ചു പോകുമ്പോ അത് വേറെ ഏതോ പെണ്ണായിരിക്കും. ഇവനും അവിടുന്ന് അവന്റെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ഇവനൊരു ഹോസ്റ്റലിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഇവനും അവിടെ വന്ന് കിടക്കുമ്പോൾ ഇവന്റെ റൂംമേറ്റ് എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് ഇവനും ടെൻഷൻ ആവുന്നുണ്ട്. ഇവൻ അവിടുന്ന് എന്തൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. പറയുന്നത് ആരാന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എക്സിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും. ആ പയ്യനാണെന്നുണ്ടെങ്കിലും ഇവളുടെ പേര് പറഞ്ഞിട്ട് അവള് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോ നിനക്ക് ഇവിടെ അറിയാമോ ഇവൻ തിരിച്ചു ചോദിക്കുമ്പോ ഇല്ലല്ല എനിക്ക് ആ ക്യാരക്ടറിനെ അറിയും, ഇതിന്റെ ആ പേരിന്റെ അർത്ഥം ഉണ്ടല്ലോ അത് ബ്യൂട്ടിഫുൾ എന്നാണ്. ഈ പേരിനെ ജാപ്പനീസിലെ മിസാക്കി എന്നാണ് പറയുന്നുണ്ടാവുക. മിസാക്കി എന്ന് ചോദിക്കുമ്പോ അതേ മിസാക്കി എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിലും മിസാക്കി മിസാക്കി എന്ന് 2-3 പ്രാവശ്യം പറയുന്നുണ്ടായിരിക്കും. ഇവനത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നേരെ സീൻ 1996 പോകുന്നുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടി വെളിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ കാല് തട്ടിയിട്ട് താഴോട്ട് വീഴുന്നുണ്ട്. അപ്പൊ ആരാ രക്ഷിച്ചിട്ടുണ്ടാവാൻ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ബാങ്ക് ആയിരിക്കും. എന്നെ ഇറക്കി വിടെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓടി പോകുന്നുണ്ട്. ഇവന് വീടിന്റെ അകത്തോട്ട് പോവാ, നീ എന്നിട്ട് അങ്ങോട്ട് പോകുന്നതെന്ന് പറയുമ്പോ നിങ്ങളൊന്ന് നോക്കിയാ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ നേരെ ഒരു ബസ്സിൽ കയറി ഇരിക്കുന്നതായിരിക്കും. ഇവനും ചെറിയ കുട്ടിയല്ലേ, കുട്ടി എവിടെ മിസ്സാവണമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ പിന്നാലെ തന്നെ ബസ്സിൽ പോകുന്നുണ്ട്. ഇവളും എന്തോ ഒരു പാർക്കിൽ പോയിട്ട് ഒരു ടിക്കറ്റിന് പൈസ കൊടുക്കുമ്പോ അമ്മയും അച്ഛനും ഉണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് തരത്തുള്ളൂ എന്ന് ഇവര് പറയുമ്പോ ഇല്ല അവരാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാ വന്നേന്ന് പറയുമ്പോൾ ഇവര് പോലീസിന് കോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബാങ്ക് അതേസമയം തന്നെ വന്നിട്ട് ഇല്ലല്ല അവൾ എന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്, ഞാൻ അവളുടെ ബ്രദർ ആണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേർക്കും കൂടെ ടിക്കറ്റ് എടുത്ത് അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവനും ആ കുഞ്ഞിന്റെ അടുത്ത് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് മിസാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവളും തിരിച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കുറെ അവിടെ പോയിട്ട് ഓരോ യന്ത്രങ്ങളിലും കയറി കളിക്കുന്നുണ്ട്. ഇവനും ഇത്രയും കാലം ഒറ്റക്കാരന് ഇങ്ങനത്തെ സംഭവമൊക്കെല്ലാം വന്നിട്ടുണ്ടാവുക. ഈ കുഞ്ഞിന്റെ കൂടെ വന്നുകൊണ്ട് തന്നെ ഇവനും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും എല്ലാം എൻജോയ് ചെയ്യുന്നത്. ഇവരുടെ രണ്ടുപേരുടെ ആ 3 ഡേറ്റില് അതില് 3 ഡേറ്റിലും ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ചെറിയ കുട്ടി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാല് ഇവന്റെ എക്സ് അല്ലേ, അവളായിരിക്കും ഈ ചെറിയ കുട്ടി. ഇവർ രണ്ടുപേരും ഇവിടെ ചെറുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവനും ഒരു ബലൂൺ അടിച്ചു പൊട്ടിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ബാങ്കിനെ കൊണ്ടുപോയി കഴിയുന്നുണ്ടായിരിക്കില്ല. ഒരു ബലൂൺ മാത്രം അടിച്ചുകൊണ്ട് തന്നെ എന്തോ ഒരു ചെറിയ ബൊമ്മ മാത്രം കൊടുക്കുന്നുണ്ട്. അതും ഇവിടെ അവിടുന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ പെങ്കൊച്ച് കുറച്ച് വിഷമത്തോടെ ആയിരിക്കും ഇരിക്കുക. ഇവനും അല്ല നിന്നെ വീട്ടിൽ ആരും അന്വേഷിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല എന്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാരും നല്ല ബിസി ആയിട്ട് തന്നെ വർക്കിലായിരിക്കും, അവർക്കൊന്നും എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനേ സമയമില്ല, അതുകൊണ്ട് തന്നെ അവരൊന്നും എന്നെ തേടത്തൊന്നുമില്ല, എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തരെ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ലാന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നീ ഇത്ര ചെറുപ്പത്തിൽ തന്നെ വളരെ വിഷമത്തിലാണല്ലേ ഉള്ളതെന്ന് ചോദിക്കുമ്പോ ഇവളും അതേന്ന് പറയുമ്പോ ഇവനും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്, എനിക്കും ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല, ആരും എന്നെ ഓർമ്മിക്കുക പോലുമില്ല, ഞാൻ ഇത്രയും കാലം പരിചയപ്പെട്ട ആരും എന്നെ ഇത്രയും കാലം ഒന്നും ഓർത്തിട്ട് പോലുമില്ല, ഇല്ലല്ല ഞാൻ നിങ്ങളെ ഓർമ്മ വെക്കും, ഞാൻ വലുതായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അതായത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മ വെച്ചിട്ട് നിങ്ങൾ അടുത്തോട്ട് വരുമെന്ന് പറയുമ്പോ ഒക്കെ നോക്കാലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാങ്കും. ഇതെല്ലാം ആലോചിച്ച് നോക്കിയിട്ടാണ് നമ്മുടെ ബാങ്ക് ഇപ്പൊ പറയുന്നത് എന്ത് ആ ചെറിയ കുഞ്ഞായിരുന്നു എന്റെ എക്സ്, എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവനും അവിടുന്ന് എവിടേക്കോ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഇവന്റെ റൂംമേറ്റ് ആണെന്നുണ്ടെങ്കിലും അയ്യോ മഴ പെയ്യുന്നുണ്ട് നീ കൊട എടുത്തിട്ട് പോകുന്നു പറഞ്ഞിട്ട് ഇവൻ പിന്നാലെ തന്നെ വരുമ്പോ ഇവന്റെ പേര് വെച്ചിട്ട് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൽ വെച്ചിട്ടുള്ളത് ഇവൻ കാണുന്നുണ്ട്. ഇത് നമ്മുടെ റൂംമേറ്റ് അല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇവനും പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിപ്പോയിട്ട് ഇവള് കാണാന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോ ഇവള് അവിടെ തന്നെ ഇവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് എന്തായാലും അവളുടെ അടുത്ത് ഇപ്പൊ തന്നെ പറയണം എനിക്ക് നിന്നെ ഓർമ്മ വന്നു എന്നുള്ള കാര്യം. ഇവനും അത് പറയാൻ വേണ്ടി തന്നെ മഴയാണെന്നുള്ള കാര്യം ഒന്നും വകവെക്കാതെ വേഗം ഓടി പോകുന്നുണ്ട്. അതേസമയം നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഫുള്ള് പുക പോലെ വരുന്നുണ്ടായിരിക്കും. എന്താ നോക്കിക്കഴിഞ്ഞാൽ ആരും അവിടെ സ്മോക്ക് ഇട്ടിട്ടുണ്ട്. ആരും വന്ന്
വേണ്ടി നമ്മുടെ പാങ്ങനെ അടിക്കുന്നുണ്ട്. ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അങ്കിൾ ആയിരിക്കും. ഈ സമയം തന്നെ ഇവളുടെ ഡ്രൈവർ വന്നിട്ട് ഓക്കെ മഴ പെയ്യുന്നുണ്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. തന്നെ വന്നു കഴിഞ്ഞാലും വേണ്ടില്ല അവളെ എനിക്ക് എന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്കിൾ ഇവനെ വിടുന്നുണ്ടായിരിക്കില്ല. ഇവനും കുറെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അങ്കിൾ തന്നെ ഇവനെ അടിച്ചിട്ടിട്ട് ഇവന് ഷോക്ക് കൊടുക്കുന്നുണ്ട്. ഇവനും അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവന് ഇവിടെ കിടന്നിട്ട് അവളെ പേര് വിളിക്കുന്നുണ്ട്. ഇവളും എന്തോ ഇത് അവന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ എപ്പിസോഡും അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓടാകുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.